വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അതായത് ഇന്നലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചേർന്നിട്ടുള്ള യോഗത്തിൽ കൈക്കൊണ്ട പ്രധാന തീരുമാനങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഇനി മുതൽ നിങ്ങൾക്ക് തപാൽ മാർഗം നിങ്ങളുടെ അഡ്വൈസ് മെമ്മോ അയക്കുന്നതല്ല. കാരണം എന്താണ്, വളരെ നാളുകളായിട്ട് കേൾക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. അതായത് തപാൽ വഴി ഈ അഡ്വൈസ് മെമ്മോ എത്തുന്നത് വൈകുന്നു എന്നുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം PSC കണ്ടിട്ടുണ്ട്. നിയമന ശുപാർശ ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കാലതാമസം കൂടാതെ അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ അഡ്വൈസ് മെമ്മോ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും വേണ്ടി 2025 ജൂലൈ 1 മുതൽ എല്ലാ നിയമന ശുപാർശകളും ഉദ്യോഗാർത്ഥികളെ പ്രൊഫൈലിൽ ലഭ്യമാക്കാൻ കമ്മീഷൻ തീരുമാനിച്ചു. QR കോഡ് ഉൾപ്പെടുത്തി സുരക്ഷിതമാക്കിയ നിയമന ശുപാർശകളാണ് പ്രൊഫൈലിൽ ലഭ്യമാക്കുക. ഇത്തരത്തിൽ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് തപാൽ മാർഗം അയക്കുന്ന രീതി നിർത്തലാക്കുകയാണ് PSC അവിടെ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഈ ഒരു തീരുമാനം വളരെ മികച്ചൊരു തീരുമാനമാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിൽ എത്രയും മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിരുന്നാലും PSC ഇപ്പോൾ ഈ 2025 ജൂലൈ 1 മുതൽ ഈ ഒരു മാറ്റം കൊണ്ടുവന്നല്ലോ, അത് വളരെ മികച്ചൊരു തീരുമാനമാണ്. അപ്പോൾ ഇതേപോലെ ഈ ഒരു തീരുമാനത്തിന് ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ഒരു തീരുമാനം PSCയുടെ ഭാഗത്തു നിന്ന് വന്നതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒപ്പം തന്നെ ഇതേപോലെ PSCയിൽ ഇനിയും എന്തെങ്കിലും മാറ്റങ്ങൾ വരണം എന്ന് ഉദ്യോഗാർത്ഥികളായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ മാറ്റം? നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് കമൻ്റായിട്ട് അറിയിക്കൂ. നല്ല മികച്ച ആശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. PSC നല്ല അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇനിയും കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് പറയുന്നത് താഴെ പറയുന്ന തസ്തികയിലേക്ക് അഭിമുഖം നടത്തുമെന്നാണ്. പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് UPS പട്ടിക വർഗം കാറ്റഗറി നമ്പർ 166/2024 ഇൻ്റർവ്യൂ നടത്താൻ തീരുമാനമായി. അതുപോലെ തന്നെ താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും. ഏതൊക്കെയാണത്? വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് UPS കാറ്റഗറി നമ്പർ പറയുന്നു 75/2024. അതുപോലെ തന്നെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് UPS പട്ടികജാതി ഈഴവ തീയ ബില്ലവ വിശ്വകർമ്മ കാറ്റഗറി നമ്പർ അവിടെ പറയുന്നു, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് UPS പട്ടികജാതി ഈഴവ തീയ ബില്ലവ കാറ്റഗറി നമ്പർ പറയുന്നു 150/2024, 156/2024, 709/2024. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിലേറെ നമ്മുടെ ചാനലിൽ കൂടുമല്ലോ. മറ്റു അപ്ഡേറ്റ്സ് കാണാം. താങ്ക് യു.